അതെ, ഞാൻ ഇപ്പം എൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീടിൻ്റെ തെക്കല് ഫാമാണ്. അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്ക് വരുന്നതുകൊണ്ട് എനിക്ക് ഫ്രീ ആയിട്ടൊരു കോഴീനെ തരുന്നുണ്ടാ. പിന്നെ എപ്പോൾ കോഴിനെ കിട്ടിയാലും നമ്മൾ അവിടെ നിന്ന് ഇടല്ലേ. ഉമ്മച്ചി നാളത്തേക്കുള്ള കറി ഉണ്ടാക്കി വെക്കണം. മുത്തു പിന്നെ ബീഫ് അരിഞ്ഞ് ഉമ്മച്ചിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മീൻകറി ഇപ്പോൾ വെക്കാൻ വെച്ചാൽ ഇപ്പോൾ കറണ്ട് പോയിക്കൊണ്ടിരിക്കില്ല, അപ്പോൾ ചീത്തവും. അപ്പോൾ അതുകൊണ്ട് നേരത്തെ ഇങ്ങോട്ട് വെച്ച് വെക്കുകയാണ്. തലേ ദിവസം മീൻകറി പ്രത്യേക രസമുണ്ടല്ലോ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാന്ന് വെച്ചാൽ നെയ്ച്ചോറും നല്ല ബീഫ് കറിയും. അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ പുന്നാരങ്ങൾക്ക് ഒരു പൂതി ബീഫ് സ്റ്റൂ വേണമെന്ന്. ബീഫ് സ്റ്റൂ അല്ല, ബീഫിൻ്റെ സൂപ്പ്. അപ്പോൾ അതുണ്ടാക്കി. പിന്നെ നെയ്ച്ചോറ് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സൂപ്പ് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുള്ളൂ കേട്ടോ. നെയ്ച്ചോറായപ്പോൾ നമ്മൾ അങ്ങോട്ട് നെയ്യ് അങ്ങോട്ട് തൂക്കിയിട്ട് അങ്ങോട്ട് അടച്ചങ്ങോട്ട് ദമ്മിൽ അങ്ങോട്ട് ഇട്ടിട്ടാ. ഇതിൻ്റെ പേരെന്തെന്നറിയോ? ഞാൻ എന്തായാലും 2-3 തിന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ സൈഡിൽ പുളിങ്കറി ആവുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് മീൻകറിയും നാളേക്കുള്ളത് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പുഴമീനാണ്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. മീന് അച്ചാറ്, മീന് വാളമീനുണ്ട് കേട്ടോ. വേണം എനിക്ക് തിന്നത് അടുക്കളയിൽ നിന്നൊന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കണം കേട്ടോ. അപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. എല്ലായിടത്തും മഴ ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ സൈഡിലേക്ക് ജസ്റ്റ് നോക്കിയപ്പോൾ തന്നെ അങ്ങനെ നനഞ്ഞ് കുളിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇപ്പം നല്ല അടിപൊളി പനിയായിട്ട് കിടക്കുന്നുണ്ട്. അതിന് ഉച്ചക്ക് നല്ല നെയ്ച്ചോറും നല്ല പുളിങ്കറി റെസിപ്പി ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടുണ്ട്, കാണാത്തൊരു കാണണം കേട്ടോ. പിന്നെ ബീഫ് കറിയും എല്ലാം കൂട്ടിയിട്ട് ഒരു പിടിയാണ്ട് പിടിച്ചിട്ടാ. പുറത്ത് നല്ല മഴ, ഉള്ളിലുള്ള ചൂട് ഭക്ഷണം, അടിപൊളിയല്ലേ. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ വൈകുന്നേരം നല്ലൊരു പണിയിട്ട് ഞങ്ങൾ വണ്ടി സ്റ്റാർട്ടാവില്ല. അപ്പോൾ എൻ്റെ ഞങ്ങളുടെ ഫ്രണ്ട്സും ഉമ്മച്ചിയും ഞാനും എല്ലാവരും കൂടി തള്ളി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടാ. അപ്പോൾ ഈവനിങ് വരെ ഇത്രേ ഉള്ളൂ.